ഇനി ഈ വീട് തന്നെ എന്താ കമ്മറ്റിക്കാരന്മാർ പറഞ്ഞത്, ചാപ്പാട് വല്ലതും കിട്ടുമെന്ന്. ആരും ഇല്ല ഇവിടെ? ആളുണ്ട്. ആ ഞാനോ? അയ്യോ, ഒരു ചേട്ടൻ ഫോൺ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ വന്നാൽ മതിയെന്ന്. അയ്യോ, അതെന്റെ ചേട്ടൻ അറിയാണ്ട് വിളിച്ചതാ. അയാൾക്ക് നമ്പർ തെറ്റിപ്പോയി കാണാനോ. കൊണ്ടുപോകരുത്. ഈ പാതിരാത്രി ഞാൻ ഇവിടെ പോയി ഞാൻ കൊണ്ടേ പോവുള്ളൂ ഇവിടെ. അയ്യോ, ആള് കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് തിന്നാം. അപ്പൊ കൊന്ന് തിന്നോണ്ട് പോവാനുള്ള പരിപാടി. ആരാ? എന്റെ പെണ്ണുമ്പിള്ള കമ്മറ്റിക്കാരന്മാർ പറഞ്ഞില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അത് ഈ വീടാണോ? വല്യണ്ണം പറഞ്ഞിട്ട് വന്നതാണോ? വലിയ അണ്ണാനാ ചെറിയ അണ്ണാനാ എനിക്കറിയണ്ട. ഒരുത്തം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ. അപ്പൊ ഇവിടെ തന്നെ സംഭവം. ചെരുപ്പ് ഊരണ്ട. അത് ഞാൻ ഇടാറില്ല. കയ്യഴിയില്ല. അത് കഴുകാറുമില്ല. ആണല്ലേ? ഇരിക്കാൻ പറ്റുമോ? അതിനൊരു കുഴപ്പമില്ല. അപ്പൊ എന്താറിയോ, ഞാൻ അമ്പലത്തിലോട്ട് പോകുന്ന വെപ്രാളത്തിലായി പോയി കേട്ടോ. പെട്ടെന്ന് വിളിച്ച് പറയുകയും ചെയ്ത് ഞാനൊക്കെ ചോറും കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ അമ്പലത്തിൽ അന്ന് ഘോഷയാത്ര ഉണ്ടാകും. ചേട്ടനാണെങ്കിൽ വിടത്തുമില്ല. ഞാനാണെങ്കിൽ ചേട്ടനടുത്ത് ഇപ്പൊ ഒരു സംഭവം പറഞ്ഞോണ്ടിരിക്കുക. കാലാന്ന് വിളിച്ച് പ്രശ്നങ്ങളായി. നിങ്ങളെ കണ്ടപ്പം നിങ്ങൾ ഒരേ രൂപം. എന്തൊരു കഷ്ടമാണ്. ഒഴിക്കാനൊന്നുമില്ലേ? പിന്നെ ഒഴിക്കാനുണ്ട്. തൊടുകറി എടുത്ത് തീർത്തില്ലോ. പിന്നെ സാമ്പാറുണ്ട്. സാമ്പാർ എടുക്കട്ടെ? സാമ്പാർ മതി. സാമ്പാർ ഇഷ്ടമല്ലേ? സാമ്പാറല്ലേ ഇഷ്ടം. ആണല്ലേ? ഇതാ കഴിച്ചാട്ടെ. അപ്പോ ഇന്നലെ വെച്ച സാമ്പാറാണോ? ഇന്നലത്തെ സാമ്പാർ നിങ്ങൾക്ക് തരുവോ? മെനഞ്ഞാന്നത്തത്. ഇത് നിങ്ങൾ എന്തോന്ന് സ്വഭാവം കാണിക്കുന്നത്? മെനഞ്ഞാന്നത്തെ സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് വരൂലേ? ഒന്നുമില്ല, 4-5 മണിക്കൂർ ലോറിയിൽ നിന്ന് പോവേണ്ടതാ. അല്ല, നിന്നാലും പൊക്കോളും. എന്തോന്നു ലോറി കഴിക്ക്. പിന്നെ എന്തുവാ കാലേട്ടന്റെ പേര്? കാലൻ. എനിക്ക് നല്ലൊരു പേരുണ്ട്. എന്തുവാ? കലേഷ്. കാലൻ ഇടാൻ പറ്റിയ പേര് കലേഷ്. പിന്നെ കുട്ടിക്ക് അറിയാവോ, ഈ കേരളത്തിൽ കാലന്റെ വേഷം ചെയ്യാൻ ഇപ്പൊ ഒരേ ഒരാളെ ഉള്ളൂ. അയ്യോ, അത് കണ്ടപ്പോഴേക്ക് മനസ്സിലായി. അത് ഈ കലേഷാണ്. അതും പോരാങ്ങിട്ട് നല്ല കലികാരനുള്ള അവാർഡില്ലേ ഇപ്രാവശ്യം എനിക്കാ കിട്ടിയത്. ആണല്ലേ? കാലനുള്ള അവാർഡ്. പക്ഷെ എന്റെ അണ്ണൻ നോമിനേഷൻ കൊടുത്തിരുന്ന പുള്ളിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു. രൂപം നിങ്ങൾക്ക് ആകെങ്കിലും മെയിൻ കാലൻ അതാ. പിന്നെ വേറൊരു കാര്യം, ഈ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വർഷം ഈ കാലനെ കാണാൻ പറ്റില്ല. കമ്മിറ്റിക്കാർ തീരുമാനാക്കുവോ? അതല്ലെന്ന്, അടുത്ത വർഷം മുതൽ ഞാൻ ഈ കാലിനെ മാറ്റി വെച്ചിട്ട് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പോവുക. നാദസ്വരമാണോ? അല്ല, ഒരു കുഞ്ഞു ക്ലൂ തരാം. ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എല്ലാവരും പറഞ്ഞിട്ട്. പിന്നെ ഒരു മയിൽപ്പീലി കൂടെ. മയിൽപ്പീലി വേണ്ട. മയിൽപ്പീലി ആവശ്യമില്ല. അതേ ശ്രീകൃഷ്ണൻ. മനസ്സിലായി, കുട്ടിക്ക് മനസ്സിലായി കാണും. കാരണം എന്റെ ഒരുപാട് സിനിമകൾ കണ്ടു വളർന്നതായിരിക്കുമല്ലോ. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ ഈ സിനിമയില് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് വാറല്ലോ. വാറല്ലോണ്ടോ? കണ്ടു കാണത്തില്ല. ഞാൻ ടിവിയിൽ ഒരുപാട് തവണ കണ്ടതാ വാറല്ലോ. മാത്രമല്ല എന്റെ മൊബൈലിലുണ്ടല്ലോ. വേണ്ട, കാണണ്ട. ഏത് സീനിലാണ് അഭിനയിച്ചത്? അത് തുടക്കമാണോ, ഇടയ്ക്കാണോ, ലാസ്റ്റ് ആണോ? അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ ഈ കഥ പറയുമ്പോഴേ ഈ കള്ളം കൂടെ കട്ട് ചെയ്തങ്ങ് പറയണെങ്കിൽ ഇതാകുമ്പോ ചമ്മലി ചിരിക്കാത്തങ്ങ് ഒതുക്കാം. ഇഞ്ചിയാ വേണ്ട. ഇഞ്ചിയായല്ലേ? പിന്നെ പറഞ്ഞു വരുവാണെങ്കിൽ ഞാനും ഒരു കലാകാരിയാ. പറയാതെ വന്നാല് അത് സർപ്രൈസ്. ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ നന്നായിട്ട് പാടുമായിരുന്നു. ഞാൻ ശാസ്ത്രീയ സംഗീതം പാടും, കർണാട്ടിക് പാടും, ഹിന്ദുസ്ഥാനി പാടും. ഗസൽ പാടൂ. ആര് പറഞ്ഞു ഞാൻ ബസ്സിൽ പാടുവന്നു? ആരാ പറഞ്ഞ ഞാൻ ബസ്സിൽ പാടുവന്നു? അതവിടെ ബസ്സിൽ പാടുന്ന ആരാ പറഞ്ഞത്? ഇയാളെ കണ്ടോണ്ട് ഞാൻ ബസ്സിൽ പാടുന്നത്? അല്ല, ബസ്സിൽ പാടുന്ന കാര്യമല്ല, പിന്നെ ഗസൽ പാടുന്നത്. അധികം പഠിച്ചിട്ടില്ല. പക്ഷെ എന്റെ അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ അരങ്ങേറ്റം കണ്ടിട്ട് മരിക്കണമെന്ന്. എന്നിട്ട് അരങ്ങേറ്റം കണ്ടു, മരിച്ചു. പക്ഷെ തുടർന്ന് എനിക്ക് പാടാൻ പറ്റിയില്ല. എന്തിനാ മറ്റുള്ള ബന്ധുക്കളെ കൂടെ കൊല്ലിക്കണ കൊച്ചേ? പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇനി കറികളൊക്കെ കുറവാണ്, വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ കുറവ്? അവിയലുണ്ട്, തോരനുണ്ട്, പച്ചടിയുണ്ട്. വേറെ എന്തുണ്ട്? വേറെ സുഖം, സുഖകരം, സുഖമായിട്ടിരിക്കുന്നു. നീ സുഖമായിട്ടിരിക്കാന്നല്ല ചോദിച്ചത്, കടിച്ചു പറിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന്. പട്ടി കൊണ്ട് അഴിച്ചോണ്ട് വരട്ടെ? അതല്ല കൊച്ചേ, ചിക്കൻ ഉണ്ടോന്ന്. ചിക്കൻ ഉണ്ടോന്നോ? ചിക്കൻ ഉണ്ട്. പച്ചയിറച്ചി തിന്നുവോ? അത് തിന്നണവര് പലതും കാണും, പക്ഷെ ഞാൻ അങ്ങനെ തിന്നത്തൊന്നുമില്ല. പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്, കൊണ്ടുപോവാ. അപ്പൊ എന്റെ ചേട്ടന് കഴിക്കണ്ടേ? ചാറെങ്കിലും താ. അയ്യോ, ചാറില്ലെങ്കിൽ ആ മനുഷ്യൻ എന്റെ ചാറ് എടുക്കും, അറിയാവോ? പിന്നെ ആകെ ഉള്ളത് ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട്, അതേ ഞാൻ കഴിക്കൂ. അപ്പൊ എനിക്കൊന്നും കഴിക്കണ്ടേ? എന്തൊരു കഷ്ടമെന്ന് പറയാം. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാൻ, രുചിക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് രസമാണെന്നറിയോ ഓരോ കറികൾക്കും. പിന്നെ
ഓ. വെള്ളം ഇതായിരിക്കുന്നു കേട്ടോ. എനിക്ക് നല്ല ചൂട് വെള്ളം വേണം കേട്ടോ. ആ. നല്ല തിളച്ച വെള്ളം വേണം. തിളച്ച വെള്ളം ഇത്. കാരണം എന്റെ തൊണ്ടയ്ക്ക് എപ്പോഴും ചൂട് വേണം. ആണോ? അങ്ങനെയാണെങ്കിൽ തീപ്പെട്ടി കമ്പ് വെച്ച് അങ്ങ് വിഴുങ്ങിയാ പോലെ. തമാശക്കാരി. പിന്നെ ഇച്ചിരി പായസം എടുക്കട്ടെ? അയ്യോ വേണ്ട. എന്താ? 5 മണിക്കൂർ ലോറിയിൽ ഇങ്ങനെ നിന്ന് പോവേണ്ടല്ലേ, ശരിയാകത്തില്ല. അല്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി തന്നാലോ? വേണ്ട, ഞാൻ കൊണ്ടുപോകില്ല. അയ്യോ, കൊണ്ടുപോ. ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന്. ഞാൻ പറഞ്ഞാ കൊണ്ടുപോണം. കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോണം എന്ന് പറഞ്ഞാ കൊണ്ടുപോണം. ഞാൻ ആലോചിക്കട്ടെ. എന്റെ ദൈവമേ, അവള് പറഞ്ഞു പോലെ തന്നെ കാലനെ വിളിച്ചു വരുത്തിയിരിക്കുവാണല്ലോ. കാലം കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് കൊണ്ടുപോകുന്ന പറയുന്നത്. എന്റെ പൊന്നു ദൈവമേ, എന്നെ കൊണ്ടുപോകൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുപോവാം. മേളില് നല്ലോണം കയറട്ട് കെട്ടിത്താ. ഒരുപാട് ദൂരം കൊണ്ടുപോവേണ്ടല്ലേ. എന്നെ കെട്ടിക്കൊണ്ടുപോകത്തേ. അയ്യോ, കാലൻ. പിന്നെ ആര് പെണ്ണേ? അതല്ല, എന്റെ കഴുത്തി താലി കെട്ടിയ കാലൻ. വിളിച്ചോളത്ത്. അയ്യോ ചേട്ടാ, ഭർത്താവിനെ എങ്ങനെയാണോ വിളിച്ചോണത്തുന്നത്? ബോധമുള്ളപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പഴയ വാശികളൊക്കെ അങ്ങ് തീർക്കണല്ലേ. വിളിച്ചോണത് അങ്ങോട്ട്. ചേട്ടാ വിളിച്ചോണ്ടിരുന്നില്ലത്. വിളിച്ചോണമെന്നില്ലേ? ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഏതായാലും ബോധം കെട്ട് കിടക്കയില്ലേ, അവന് വെച്ചിരിക്കണ ബീഫ് എനിക്ക് തരൂ. അയ്യോ, ബീഫൊക്കെ തരാം. എങ്ങനെയല്ലോ ഒന്ന് വിളിച്ചോണത്തിതിന്. വിളിച്ചോണത്തിയാ പോരെ? വിളിച്ചോണത്താ. അതായത് വിളിച്ചോണത്തിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. കാരണം ഒന്നാമത് നിങ്ങളെ കണ്ട് പേടിച്ചിരിക്കുന്നോണ്ട് കാലനാന്നുള്ള പേടി മനസ്സിൽ കിടപ്പോ. അപ്പോഴുണ്ടല്ലോ, ഇനി പുള്ളി എന്തായാലും നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ചു കേട്ടോ. അപ്പൊ ഈ വെള്ളം ഒഴിച്ചങ്ങ് ഒരു കാര്യം ചെയ്യാം, അവനെ ഉണർത്തി കഴിഞ്ഞ് ഞാൻ കാലിലേ അവ എന്നെ എടുത്തിട്ട് ഇടിക്കൂലേ. ഇല്ല, പുള്ളി 24 മണിക്കൂർ വെള്ളമല്ലേ. വെള്ളമാണോ? ഹാഫ് മൈൻഡാണ്. എന്നാ കണ്ടതാന്ന് വിചാരിച്ചോളൂ. വെള്ളം ഇവിടെ അങ്ങോട്ട് ഒഴിക്കാം. ചൂട് എണ്ണയിലിട്ട് പൊരിച്ചതല്ല, ഇത് നരകമല്ല, എന്റെ വീടാണ്. ആര് പറഞ്ഞു നരകമല്ല? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് നരകമാണ്. എന്നെ കൊല്ലല്ലേ. ഈ കാലം വരും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയണം. ഞാനല്ല, നിങ്ങൾ വിളിച്ചു വരുത്തിയെന്നാ പറഞ്ഞത്. യമൻ. നീ കാലൻ. അവൻ പറയണ കാലനെന്ന്, നീ പറയുന്ന യവനെന്ന്. സത്യം പറയണ്ടാരാ? ഞാൻ നോക്കുമ്പോ എന്റെ മുമ്പില് അപ്രത്യക്ഷപ്പെട്ടു വന്ന് നിൽക്കുന്നു. ഞാനൊന്ന് പറഞ്ഞിട്ട് എന്തായാലും രൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കാലനാണെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. കാലൻ അല്ല, എനിക്ക് ഇങ്ങനെ അലറിന്ന് പറഞ്ഞോണ്ട് കാലനാവോ? എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എനിക്കും ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ. ഇത് കാലനല്ല. എന്നാൽ എനിക്ക് വിശ്വാസമായി. കാലം തന്നെ എനിക്ക് വിശ്വാസമായി. എന്റെ കാല എനിക്ക് വിശ്വാസമായി. ഇത് ഉള്ള ചോറിന്റെ നന്ദി.